ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് വലിയ ബുധൻ, നാളെ പെസഹ വ്യാഴം. ഏറ്റവും ഒരുക്കത്തോടുകൂടി നമുക്ക് ഈ ദിവസങ്ങളെ സമീപിക്കാം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രാണായാമ ബ്രീത്തിങ് പ്രാക്ടീസൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ വലിയ ആഴ്ച വലിയ അനുഭവപ്രദമാക്കാമായിരുന്നു. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഒരു പ്രത്യേകത ഇതാണ്, ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും നമുക്ക് പൊതുവെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കഴിഞ്ഞ വർഷങ്ങളിൽ, അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. ഈശോ എടുത്ത ത്യാഗത്തിൻ്റെ ഒരല്പം പോലും ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. ഇതൊക്കെ വലിയ ത്യാഗങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ത്യാഗമാണ് ഈ ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ത്യാഗങ്ങളാണ്. അതിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപാവരം, നമുക്ക് കിട്ടുന്ന ഗ്രേസ്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അനുഭവങ്ങളൊക്കെ വളരെ വലുതായിരിക്കാം. ഏതായാലും കുറച്ച് പേരെങ്കിലുമൊക്കെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതുകയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നത്തെ തിരുവചന ഭാഗം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ പീലാത്തോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തിയും നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. AD 26 മുതൽ 36 വരെ യൂദയായിലെ റോമൻ ഗവർണറായിരുന്ന ആളായിരുന്നു പീലാത്തോസ്. പീലാത്തോസ് ഈ തിരുനാളിൻ്റെ സമയത്ത് ജെറുസലേമിൽ താമസിച്ചിരുന്നു. ഈ പീലാത്തോസിൻ്റെ അടുത്തേക്ക് യൂതന്മാർ ഈശോയെ കൊണ്ടുവരുമ്പോൾ യൂതന്മാരുടെ സെൻഹദ്രിനിൽ വെച്ച് ഇവർ തീരുമാനിച്ചു ഈശോയെ കൊല്ലാൻ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനം നടപ്പാക്കാനുള്ള അധികാരം പീലാത്തോസിനാണ്. അത് യൂതന്മാരുടെ ന്യായാധിപ സംഘത്തിനില്ല. അവരിൽ നിന്ന് ആ അധികാരം റോമക്കാർ എടുത്തു മാറ്റി. അതുകൊണ്ട് റോമൻ ഭരണാധികാരിക്ക് മാത്രമേ ഈ നിയമം നടപ്പിലാക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് ഈ യൂതന്മാർ ഈശോയെ കൊണ്ടുവരുന്നത്. പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി ആത്മധൈര്യമില്ലാത്തവനും നീതി നടപ്പിലാക്കാൻ ഒരു കെൽപ്പില്ലാത്തവനുമായിട്ടുള്ള വ്യക്തിയാണ്. താൻ സ്വയം രാജാവായി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കുറ്റാരോപണവും താൻ ദൈവപുത്രനാണെന്ന് പറയുന്ന മതപരമായ കുറ്റവുമാണ് ഈശോയുടെ മേൽ ആരോപിച്ചത്. ഈ രണ്ട് കുറ്റങ്ങളും പ്രധാനപ്പെട്ട ഒന്നല്ലെന്ന് പീലാത്തോസിന് നന്നായിട്ടറിയാം. ഈശോയെ മരണത്തിന് വിധിക്കേണ്ട യാതൊരു കേസുമില്ല എന്നും പീലാത്തോസിനറിയാം. പക്ഷേ പീലാത്തോസിന് നിർബന്ധത്തിന് വഴങ്ങി ഈശോയെ കുറ്റം വിധിക്കേണ്ടതായിട്ട് വന്നു, ഈശോയെ മരണത്തിന് വിധിക്കേണ്ടതായിട്ട് വന്നു എന്ന് പ്രത്യേകം ഓർക്കുക. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയാണ്. ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും ആയിരിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് യൂതന്മാർ ആ അവസ്ഥ, ആ ഒരു രംഗത്തെ സമീപിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, സ്വയം തങ്ങളുടെ തലയിൽ ഏറ്റെടുത്ത ആ ശാപവും പേറി അവർ മുന്നോട്ട് പോവുകയാണ്. എന്തോ ഒരു കഷ്ടതകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയതെന്ന് പ്രത്യേകം ഓർത്തേക്കണം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് ഏറ്റെടുത്ത ആ ഒരു ശാപം, ആ ഒരു രക്തത്തിൻ്റെ ശാപം, ആ ഒരു മരണത്തിൻ്റെ അവസ്ഥ നോർത്ത് നോക്കിയേ. അവരിന്നും സഹിച്ചുകൊണ്ടായിരിക്കുന്നു. എന്തുമാത്രം ത്യാഗസഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ ഈ ഒരു സമൂഹം കടന്നുപോയി എന്ന് നമുക്ക് പ്രത്യേകം അറിയാം. പീലാത്തോസിൻ്റെ ഭാര്യയും വന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനാണ്, സ്വപ്നത്തിൽ ഞാൻ ഈ മനുഷ്യനെ പ്രതി ഒരുപാട് വേദന അനുഭവിച്ചു, ഇവനെ ഒന്നും ചെയ്യരുത്, ക്രിസ്തുവിനെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴും പീലാത്തോസിന് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണ് പീലാത്തോസ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ പീലാത്തോസ് തൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തനിക്കറിയാം ഈശോ കുറ്റക്കാരനല്ല എന്ന് അറിയാമായിരുന്നിട്ടും പീലാത്തോസ് ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ പീലാത്തോസ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ ഗലീല തീരത്ത് കുനിഞ്ഞിരുന്ന് പട്ടിണി കിടന്ന് കൈ കഴുകി അവിടെ ഇരുന്ന് മരിച്ചു എന്നാണ് ഐതിഹ്യം. വീണ്ടും ഒരു കാർട്ടൂണുണ്ട്, വളരെ പേര് കേട്ട ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്: പീലാത്തോസ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു, കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ ഇങ്ങനെ കുനിഞ്ഞ് ഇരിക്കുന്നു. അതിനുശേഷം അടിക്കുറിപ്പ് എങ്ങനെയാണ്: അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ഈ പീലാത്തോസിൻ്റെ ഭാര്യ ചോദിക്കുന്ന ഒരു അടിക്കുറിപ്പ്. അങ്ങനെ പീലാത്തോസ് ഇല്ലാതാവുകയാണ്. പീലാത്തോസിൻ്റെ അന്ത്യം ഇങ്ങനെയാണ്. ഒന്നോർക്കുക, യഥാർത്ഥത്തിലുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടും ആ സത്യത്തെ, യഥാർത്ഥത്തിലുള്ള നീതിയെ തിരിച്ചറിഞ്ഞിട്ടും
ആ നീതിയെ നീതിപൂർവമായ ഒരു വിധി പ്രസ്താവിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയുടെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം ഓർക്കാം, സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നമുക്ക് നിൽക്കാം. സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കാം. എൻ്റെ വചനം സത്യമാണ്. ഈശോയുടെ വാക്ക് പ്രത്യേകം ഓർക്കുക. വഴിയും സത്യവും ജീവനും ഞാനാണ്. നമുക്കറിയാം, ഓരോ ദിവസവും ഞാനും നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ആരാണ് സത്യം, എന്താണ് സത്യം, എവിടെയാണ് നീതി എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യമാണോ ഇന്ന് ഈ ഭൂമിയിൽ നടപ്പിലാകുന്നത്? യഥാർത്ഥത്തിലുള്ള നീതി നടപ്പിലാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷേ ഈ സത്യത്തെ അസത്യമായി വ്യാഖ്യാനിക്കാനും ഈ നീതിയെ അനീതിയായിട്ട് വ്യാഖ്യാനിക്കാനും അനീതിയെ നീതിയാക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണം, അധികാരം, ഇതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ ഭരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ട് ഏകാഗ്രതയോടെ, വലിയ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. എപ്പോഴാണ് അടി വീഴുക, എപ്പോഴാണ് മരണം നമ്മുടെ മുൻപിൽ വരിക എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം അതുപോലെ ഓരോരുത്തരെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണ്, കൊല്ലുന്ന ഒരു കാലഘട്ടമാണ്, ഞെരുക്കുന്ന കാലഘട്ടമാണ്. ഞാൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, എൻ്റെ വംശവും വർഗവും മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ നിസ്സഹായരായി നിൽക്കുകയാണ്. നിസ്സഹായതയുടെ അങ്ങേയറ്റമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഈ ബുധനാഴ്ച നമുക്ക് നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കേരളത്തിൽ സത്യം നിലനിൽക്കാൻ, ഭാരതത്തിൽ സത്യവും നീതിയും നിലനിൽക്കാൻ, നിയമസംഹിതകളൊക്കെ സത്യത്തിൻ്റെ വഴിയിലൂടെ ചരിക്കാൻ നമുക്ക് പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതല്ലാണ്ട് വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ ശക്തമായി സത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നീതി നടപ്പിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാക്ടീസ് മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും ശാന്തമായി ഒന്നിരുന്ന് ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി, കണ്ണിമയ്ക്കാതെ, കണ്ണ് ചിമ്മാതെ ഒന്നിലേക്ക് മാത്രം നോക്കി. അത് ഈശോയുടെ ക്രൂശിത രൂപമോ ഈശോയുടെ തിരുഹൃദയ രൂപമോ ഒക്കെ ആണെങ്കിൽ അത്യുത്തമം. അതുകൊണ്ട് ശാന്തമായിട്ടിരുന്ന് കണ്ണിമയ്ക്കാതെ ആ രൂപത്തിലേക്ക് നോക്കിയിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണടയ്ക്കുക, വീണ്ടും കണ്ണ് തുറന്ന് നോക്കുക. കണ്ണൊരു പോലെ പോലും അടയ്ക്കരുത്. വിൽ പവർ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കണം. കണ്ണ് അടയ്ക്കാൻ തോന്നും, കണ്ണുനീര് വരും, ഒരു കുഴപ്പമില്ല. കണ്ണുനീരൊക്കെ വരുന്ന ഒത്തിരി നല്ലതാണ്. കണ്ണുനീര് നന്നായിട്ട് വന്ന ആ രൂപം അങ്ങ് മറഞ്ഞു പോകുമ്പോൾ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയണം. അത് നമ്മളെ കൂടുതൽ മൗനത്തിലേക്ക്, കൂടുതൽ ഏകാഗ്രതയിലേക്ക്, കൂടുതൽ ക്രിസ്തു ചൈതന്യത്തിലേക്ക്, കൂടുതൽ ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.